മണ്ണാറശാല ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ വടക്ക് വശത്തായാണ് മണ്ണാറശാല നാഗരാജാവ് കുടികൊള്ളുന്നത്. കേരളത്തിൽ സ്ത്രീകൾ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ഏക ക്ഷേത്രമെന്ന വിശേഷണമാണ് മണ്ണാറശാലയെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. പരശുരാമൻ മഴ എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായതെന്ന ഐതിഹ്യം നമുക്കൊക്കെ അറിയാം. മഴ എറിഞ്ഞ് കരിയായി മാറിയ ഭൂമി പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനമായി നൽകി. ബ്രാഹ്മണർ ഈ ഭൂമി കൃഷി ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ മണ്ണിൽ ഉപ്പുരസം അനുഭവപ്പെടുകയും പരശുരാമനെ ഈ വിവരം അറിയിക്കുകയും പരശുരാമൻ തന്റെ ഗുരുവായ പരമശിവനെ സമീപിക്കുകയും ഉപ്പുരസം മാറ്റുവാൻ സർപ്പവിഷമാണ് ഉത്തമമെന്ന് ഉപദേശം നേടിയെടുക്കുകയും ചെയ്തു. പരശുരാമൻ നാഗരാജാവിനെ പ്രീതിപ്പെടുത്താൻ തപസ് ചെയ്യുകയും നാഗരാജാവ് പ്രത്യക്ഷപ്പെട്ട് വരം അരുളുകയും ചെയ്തു. പരശുരാമന്റെ ആഗ്രഹപ്രകാരം നാഗരാജാവ് ഈ മണ്ണിൽ കുടികൊള്ളുകയും ചെയ്തു. അങ്ങനെ നാഗരാജാവിനെ കുടികൊള്ളുവാനായി പരശുരാമൻ നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം. ഈ പ്രദേശത്തിന് മണ്ണാറശാല എന്ന പേര് വന്നതിനും ഒരു ഐതിഹ്യമുണ്ട്. പണ്ട് ഇന്ദ്രപ്രസ്ഥം പണി കഴിപ്പിക്കുന്നതിനായി അർജുനൻ ഗാന്ധവവനം തീയിടുകയും ആ തീ കിഴക്കോട്ട് പടർന്നു പിടിക്കുകയും ചെയ്തു. ഈ തീ പരശുരാമൻ പണി കഴിപ്പിച്ച നാഗരാജ ക്ഷേത്രത്തിലും എത്തി. ഇത് കണ്ട ക്ഷേത്രത്തിലെ സ്ത്രീകൾ തീ അണയ്ക്കാൻ വെള്ളം കോരി ഒഴിച്ചു. പക്ഷേ തീ അണഞ്ഞിട്ടും മണ്ണിലെ ചൂട് സർപ്പങ്ങൾക്ക് സഹിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ഇല്ലത്തെ സ്ത്രീകൾ തൊട്ടടുത്ത കുളത്തിൽ നിന്നും വെള്ളം കോരി ഒഴിച്ചു. മണ്ണിലെ ചൂട് ആറുന്നത് വരെ വെള്ളം കോരി ഒഴിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഈ പ്രദേശത്തിന് മണ്ണ് ആറിയ ശാല എന്ന പേര് വരികയും പിന്നീട് മണ്ണാറശാല എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. അഗ്നിബാധയാൽ ഉടല് പൊള്ളിയ നാഗങ്ങളെ ഇല്ലത്തുണ്ടായിരുന്ന വസുദേവൻ ശ്രീദേവി എന്ന ദമ്പതികൾ പരിചരിക്കുകയും വേണ്ടതൊക്കെ നൽകുകയും ചെയ്തു. പുത്രസൗഭാഗ്യം ഇല്ലാത്ത ആ ദമ്പതികൾക്ക് ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇരട്ടക്കുഞ്ഞുങ്ങൾ ജനിച്ചു. 5 തലയുള്ളൊരു സർപ്പക്കുഞ്ഞും സാധാരണ ഒരു മനുഷ്യക്കുഞ്ഞുമായിരുന്നു ജനിച്ചത്. സർപ്പക്കുഞ്ഞ് തന്റെ അവതാര ലക്ഷ്യം നിറവേറ്റിയതിനു ശേഷം നാഗരാജാവ് തപസമാധിയിൽ മുഴുകുന്നതിനായി ഇല്ലത്തുള്ള നിലവറയിൽ കുടിയിരുന്നു. മകൻ നിലവറയിൽ തപസമാധിയിരുന്നതിന്റെ മനോവേദന അമ്മ നാഗരാജാവിനെ അറിയിക്കുകയും വർഷത്തിലൊരിക്കൽ അമ്മയ്ക്ക് മാത്രം ദർശനം അരുളാം എന്ന വരം നാഗരാജാവ് നൽകുകയും ചെയ്തു. കൂടാതെ അന്നത്തെ ദിവസം അമ്മ നൽകുന്ന പൂജാതി കർമ്മങ്ങൾ സ്വീകരിക്കാം എന്ന വാക്കും നൽകി. ശിവരാത്രിയുടെ പിറ്റേ ദിവസം ആണ് ഈ പൂജാ ദിവസം. ചിരഞ്ജീവിയായി ഇന്നും വാഴുന്ന ഈ നാഗരാജാവിനെയാണ് മണ്ണാറശാല കുടുംബാംഗങ്ങൾ വലിയച്ഛനായും മുത്തശ്ശനായും ഗൃഹനാഥനുമായി ഭയഭക്തി ബഹുമാനത്തോടെ ആരാധിക്കുന്നത്. ഈ നാഗരാജാവിന് സ്വൈര്യവിഹാരം നടത്തുന്ന കാവാണ് അപ്പൂപ്പൻ കാവ്. അന്ന് ആ അമ്മയ്ക്ക് മകൻ അനുവദിച്ചു തന്ന ആ പൂജാധികാരമാണ് മണ്ണാറശാലയെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. മണ്ണാറശാലയിലെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന അമ്മയെ മണ്ണാറശാല അമ്മ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് ഉരുളി കമിഴ്ത്തൽ, നൂറും പാലും എന്നിവ. സർപ്പദോഷം മാറ്റുകയും സർവ ഐശ്വര്യത്തിന് നൂറും പാലും നടത്തുമ്പോൾ സന്താനലബ്ധിക്കായി ദമ്പതികൾ നടത്തുന്ന വഴിപാടാണ് ഉരുളി കമിഴ്ത്തൽ. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും മണ്ണാറശാലയെ വ്യത്യസ്തമാക്കുന്നതിൽ ഉരുളി കമിഴ്ത്തലിന് വലിയ പങ്കുണ്ട്. സന്താനലബ്ധിക്കായി കമിഴ്ത്തിയ ഉരുളി ഫലപ്രാപ്തിക്ക് ശേഷം കുഞ്ഞുമായി വന്ന് വഴിപാടുകൾ നടത്തി ഉരുളി നിവർത്തുമ്പോഴാണ് ഈ വഴിപാട് പൂർത്തിയാവുന്നത്. കന്നിയിലെ ആയില്യമാണ് കേരളം മുഴുവൻ നാഗരാജാവിന്റെ ജന്മദിനമായി ആഘോഷിക്കുന്നത്. പക്ഷേ മണ്ണാറശാലയിൽ തുലാമാസത്തിലെ ആയില്യമാണ് പ്രധാനം. അതുകൊണ്ട് ആ ആയില്യത്തിനെ മണ്ണാറശാല ആയില്യം എന്നാണ് വിളിക്കുന്നത്. കേരളത്തിലെ വെട്ടിനിരത്തപ്പെടുന്ന കാവുകളിലെ പ്രതിഷ്ഠകൾ മണ്ണാറശാലയിൽ പ്രതിഷ്ഠിക്കാറാണ് പതിവ്. ജാതിമത ഭേദമന്യേ മണ്ണാറശാലയിൽ എത്തുന്ന ഭക്തരുടെ അഭൂതപൂർണമായ തിരക്ക് ആധുനിക കാലത്തും കാവുകളെയും കുളങ്ങളെയും
സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.